ഇവിടെ ഒരാൾ അയാളുടെ ഭാര്യയുടെ ഫോൺ നോക്കുമ്പോൾ അയാളുടെ പുതിയ ഗേൾഫ്രണ്ട് അയാളുടെ ഭാര്യയ്ക്ക് അയക്കുന്ന മെസ്സേജുകൾ കാണും. ഇത് കാണുമ്പോൾ ഇയാൾ ചെയ്തതോർത്ത് ഭയങ്കര കുറ്റബോധം തോന്നാണ്. ഇയാളുടെ ഭാര്യയുടെ പിന്നാലെ കോളേജിൽ തൊട്ട് 10 വർഷം പിന്നാലെ നടന്ന് എല്ലാ ആഴ്ചയും പൂവൊക്കെ കൊടുത്ത് വീഴ്ത്തിയതാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ വർഷം ഇയാൾക്ക് പുതിയൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് ഇയാളുടെ ഭാര്യയ്ക്ക് മനസ്സിലാവും. ഇതറിയുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമാവും. ഇവളോട് ഇവളുടെ അമ്മ കല്യാണം കഴിഞ്ഞാലും കരിയർ വിട്ടുകളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് കേൾക്കില്ല. അതോർത്ത് ഇപ്പോൾ അവൾക്ക് വിഷമം വരാണ്. ആണുങ്ങളുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുമെന്ന് അവളുടെ അമ്മ അവളോട് പറഞ്ഞിരുന്നു. അവരുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ശേഷം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവളുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കാൻ അവൾ തീരുമാനിക്കും. അവളുടെ അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലബോറട്ടറി പോയിട്ട് അവളുടെ ബോഡി ഒരു പരീക്ഷണത്തിന് കൊടുക്കാണ്. പോകുന്നതിന് മുമ്പ് അവളുടെ ഡെത്ത് നോട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അവളുടെ ഭർത്താവിന് കൊടുത്തിട്ട് അവരുടെ ആനിവേഴ്സറിയുടെ അന്ന് തുറക്കണം എന്ന് പറയും. ഈ ഭാര്യ അവളുടെ സാധനങ്ങളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി വന്നിട്ട് അവരുടെ ആനിവേഴ്സറിക്ക് അവനെ ഡിന്നർ കഴിക്കാൻ വിളിക്കാണ്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് അവന്റെ ഗേൾഫ്രണ്ട് അവനെ വിളിക്കുന്നത്. ഇവന്റെ ഭാര്യനോട് നുണ പറഞ്ഞിട്ട് ഡിന്നറിന് നിൽക്കാണ്ട് അവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ്. പിറ്റേ ദിവസം ഈ ഭാര്യ ലബോറട്ടറിയിലേക്ക് പോവാണ്. ഭർത്താവ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യനെ കാണാണ്ടാവും. ഈ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അവളുടെ ഡെത്ത് നോട്ടാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് ഇവന് ഭയങ്കര കുറ്റബോധം തോന്നാണ്. ഇവന്റെ ഭാര്യനെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കും.